സക്ഷൻ, കംപ്രഷൻ, പവർ ആൻഡ് എക്സോസ്റ്റ്. ഇത് എങ്ങനെയാണ് ഈ 4 സ്ട്രോക്കിൽ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു. ഓക്കെ, നമ്മൾ നോക്കാൻ പോണത് അടുത്ത ടൈപ്പ് ഓഫ് എഞ്ചിനാണ്. 4 സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ പറയും. മറ്റേ നോക്കിയിരുന്നത് പറഞ്ഞത് 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിനായിരുന്നു. നമ്മൾ നോക്കാൻ പോകുന്നത് 4 സ്ട്രോക്ക് ഡീസൽ എഞ്ചിനാണ്. ഡീസൽ എഞ്ചിൻ നമ്മൾ CI എഞ്ചിൻ എന്ന് പറയാറുണ്ട്, കംപ്രസ്ഡ് ഇഗ്നീഷൻ എഞ്ചിൻ. ഈ പറഞ്ഞ പോലെ തന്നെ 4 സ്ട്രോക്കാണ് ഇവിടെയും ഉള്ളത്. 4 സ്ട്രോക്കാണ്. ആകെ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. ആദ്യം നമ്മൾ നോക്കാം സക്ഷൻ സ്ട്രോക്കിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. സക്ഷൻ സ്ട്രോക്ക്. ഓക്കെ, അപ്പോൾ നമ്മുടെ സക്ഷൻ സ്ട്രോക്കിൽ നമുക്കറിയാം എന്താണ്, പിസ്റ്റൺ മൂവ് ചെയ്യുക അല്ലേ. പിസ്റ്റൺ മൂവ് ചെയ്യുക, എവിടെ നിന്നാണ് മൂവ് ചെയ്യുക? TDC, ടോപ്പ് ഡെഡ് സെൻറ്ററിൽ നിന്ന് എന്ത് ചെയ്യും, അത് മൂവ് ചെയ്ത് തുടങ്ങും, താഴേക്ക് മൂവ് ചെയ്യും. താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, നമ്മുടെ ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആവും. നമ്മുടെ പെട്രോൾ എഞ്ചിൻ എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആകുമ്പോൾ എന്തൊക്കെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്? എയർ ഫ്യൂവൽ മിക്സ്ചർ ആയിരുന്നു എന്ത് ചെയ്യുന്നത്, നമ്മുടെ എഞ്ചിൻ സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് വന്നുകൊണ്ടിരുന്നത്. ഓക്കെ, സക്ഷൻ സ്ട്രോക്കിൽ പെട്രോൾ എഞ്ചിനിൽ വരുന്നത് എന്താണെന്ന്, എയർ ഫ്യൂവൽ മിക്സ്ചറാണ്. ബട്ട് ഇൻ കേസ് ഓഫ് ഡീസൽ എഞ്ചിൻ, only air is inducted into the cylinder. During suction stroke, only air is get inside the cylinder. എയർ മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത്, ഉള്ളിലേക്ക് വരിക. അപ്പോൾ സക്ഷൻ സ്ട്രോക്കിൽ എന്ത് ചെയ്യുന്നു, TDC നിന്ന് BDCയിലേക്ക് എന്ത് ചെയ്യും, പിസ്റ്റൺ മൂവ് ചെയ്യും. പിസ്റ്റൺ മൂവ് ചെയ്യുന്ന സമയത്തോ എയർ മാത്രം എന്ത് ചെയ്യും, നമ്മുടെ സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് വരും. സോ വൺസ് പിസ്റ്റൺ റീച്ച് ദ BDC, ബോട്ടം ഡെഡ് സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ദ ഇൻലെറ്റ് വാൽവ് ഗെറ്റ്സ് ക്ലോസ്ഡ്, വിച്ച് മീൻസ് ദ സപ്ലൈ ഓഫ് എയർ ഈസ് ഗെറ്റ്സ് ക്ലോസ്ഡ്. Then the piston start moving from BDC to BDC to TDC, BDC to TDC ഇത് മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ഒബ്വിയസ്ലി അതിനുള്ളിൽ എന്തുണ്ട്, എയർ ഉണ്ട്. ആ സിലിണ്ടറിൻ്റെ ഫുള്ള് സ്പേസിൽ എന്തായിരിക്കും, എയർ ഫില്ല് ചെയ്തിട്ടുണ്ട്. ആ എയറിനെ എന്ത് ചെയ്യും, ഈ പിസ്റ്റൺ മുകളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, കംപ്രസ് ചെയ്യും. എയറിനെ എന്ത് ചെയ്യും, കംപ്രസ് ചെയ്യും. ഇതാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് സക്ഷൻ സ്ട്രോക്ക് കഴിഞ്ഞു. ഇതിന് എന്താണ്, കംപ്രഷനാണ്. പിസ്റ്റൺ ഈസ് മൂവിങ് അപ്പ്. അപ്പോൾ ഈ 2 വാൽവ് എന്താണ്, നമ്മുടെ ഇൻലെറ്റ് ആൻഡ് എക്സോസ്റ്റ് വാൽവ് എങ്ങനെ ആയിരിക്കും, ക്ലോസ്ഡ് ആയിരിക്കും, കംപ്രസ് ചെയ്തു. മുകളിലേക്ക് പോകുന്നതനുസരിച്ച് എന്ത് ചെയ്യും, ആ മുകളിലുള്ള സ്പേസ് കുറഞ്ഞു വരും, വോളിയം കുറയും. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, അതിനുള്ളിലുള്ള ചാർജസ്, വിച്ച് മീൻസ് ദ എയർ ഗെറ്റ്സ് കംപ്രസ്ഡ്. ബട്ട് കംപ്രസ് ചെയ്യുമ്പോൾ നമുക്കറിയാം എന്തൊക്കെ സംഭവിക്കും, അതിൻ്റെ പ്രഷർ കൂടും, അതുപോലെ തന്നെ ടെമ്പറേച്ചറും കൂടും. അപ്പോൾ അങ്ങ് ഏറ്റവും ടോപ്പിലേക്ക് നമ്മുടെ ടോപ്പ് ഡെഡ് സെൻറ്ററിലോട്ട് എത്തിക്കഴിയുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും, നമ്മുടെ എയർ നല്ല ഹൈ പ്രഷറിലും ടെമ്പറേച്ചറിലും ആയിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ ഈ 4 സ്ട്രോക്ക് നമ്മുടെ പെട്രോൾ എഞ്ചിനുമായിട്ട് ഇത് നോക്കിക്കഴിഞ്ഞാൽ മറ്റൊരു മേജർ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ എന്തുണ്ടായിരുന്നു, ഇൻലെറ്റ് ടോപ്പ് നമ്മുടെ സിലിണ്ടർ ഹെഡിൽ നോക്കുകയായിരുന്നുണ്ടെങ്കിൽ ഉള്ളത് ഇൻലെറ്റ് വാൽവ്, എക്സോസ്റ്റ് വാൽവ്, പിന്നെയുള്ള സാധനത്തിൻ്റെ പേര് എന്തായിരുന്നു, സ്പാർക്ക് പ്ലഗ് ആയിരുന്നു. ഇവിടെ സ്പാർക്ക് പ്ലഗിന് പകരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദർ ഇസ് അനദർ ഡിവൈസ് കോൾഡ് ഇൻജക്ടർ, ഫ്യൂവൽ ഇൻജക്ടർ എന്നുള്ളൊരു ഡിവൈസാണ് ഇതിൻ്റെ മുകളിലുള്ളത്. ഓക്കെ, ഫ്യൂവൽ ഇൻജക്ടറാണ് അവിടെയുള്ളത്. അപ്പം അത് ടോപ്പ് ഡെഡ് സെൻറ്ററിലെത്തി, പിസ്റ്റൺ ഏറ്റവും മുകളിലെത്തി. അപ്പോൾ നമ്മുടെ എയറിൻ്റെ അവസ്ഥ എന്താണ്, ഇറ്റ്സ് അറ്റ് ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. അപ്പോൾ ആ ഏറ്റവും ടോപ്പിലെത്തി കഴിഞ്ഞാൽ എന്ത് പറ്റും, നമ്മുടെ ഫ്യൂവൽ ഇൻജക്ടർ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഫ്യൂവൽ സ്പ്രേ ചെയ്യും. ഓക്കെ, ഫ്യൂവൽ സ്പ്രേ ചെയ്യും. അതായത് വെൽ ആറ്റമൈസ്ഡ് ആയിട്ട് എന്ത് ചെയ്യും, ഫ്യൂവൽ ഈ പറഞ്ഞിരിക്കുന്ന ഹൈ ടെമ്പറേച്ചറിലും പ്രഷറിലുള്ള എയറിലേക്ക് എന്ത് ചെയ്യും, ഫ്യൂവൽ സ്പ്രേ ചെയ്യും. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും, ഇത് അതായത് ഈ പറഞ്ഞിരിക്കുന്ന എയറിൻ്റെ ടെമ്പറേച്ചർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ഫ്യൂവലിനും ഒരു സെൽഫ് ഇഗ്നിഷൻ ടെമ്പറേച്ചർ ഉണ്ട്. സെൽഫ് ഇഗ്നിഷൻ ടെമ്പറേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ഇറ്റ് വിൽ ഗെറ്റ് ബേൺ, ഇറ്റ് സ്റ്റാർട്ട് ടു ബേൺ. ഓക്കെ, അത് ബേൺ ചെയ്യാൻ തുടങ്ങുന്ന ടെമ്പറേച്ചർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഡീസലിനെ സംബന്ധിച്ചുള്ള ഈ സെൽഫ് ഇഗ്നിഷൻ ടെമ്പറേച്ചർ വളരെ ഹൈ ആണ്. ഓക്കെ, അതുകൊണ്ടാണ് അപ്പോൾ എന്ത് വരും, ഈ എയറിൻ്റെ നമ്മുടെ കംപ്രസ് ചെയ്തിരിക്കുന്ന എയറിൻ്റെ ടെമ്പറേച്ചർ ഈ സെൽഫ് ഇഗ്നിഷൻ ടെമ്പറേച്ചറിനേക്കാളും മുകളിലായിരിക്കും. ഓക്കെ, ഡീസൽ കത്തുന്ന ടെമ്പറേച്ചറിനേക്കാളും മുകളിലാണ് എന്ത് ചെയ്യണത്, ഓൾറെഡി നമ്മുടെ കംപ്രസ്ഡ് ആയിരിക്കുന്ന എയറിൻ്റെ ടെമ്പറേച്ചർ. സോ ഒബ്വിയസ്ലി എന്ത് സംഭവിക്കും, അത് സ്പ്രേ ചെയ്ത ഉടനെ എന്ത് പറ്റും, അതൊരു ഹൈ ടെമ്പറേച്ചറിലോട്ടാണ് സ്പ്രേ ചെയ്യുന്നത്. അപ്പോൾ തന്നെ എന്ത് ചെയ്യും, അവിടെ ഒരു കമ്പസ്റ്റൻ അല്ലെങ്കിൽ ഒരു എക്സ്പ്ലോഷൻ നടക്കും. അപ്പോൾ അങ്ങനെയാണ് എന്ത് ചെയ്യണത്, അവിടെ ബേണിംഗ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ആ കമ്പസ്റ്റൻ നടക്കും. അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, അവിടെ ആ എക്സ്പ്ലോഷൻ്റെ പ്രഷറിൽ എന്ത് ചെയ്യും, നമ്മുടെ പിസ്റ്റൺ നേരെ താഴേക്ക് മൂവ് ചെയ്യും. ഓക്കെ, കമ്പസ്റ്റൻ നടക്കും. അവിടെ നമുക്ക് എന്ത് സംഭവിക്കും, പവർ, വിൽ ഗെറ്റ് ദ പവർ ഹിയർ. ഓക്കെ, കമ്പസ്റ്റൻ അല്ലെങ്കിൽ പവർ സ്ട്രോക്ക് നടക്കും. അപ്പോൾ എന്ത് ചെയ്യും, പിസ്റ്റൺ മുകളിൽ നിന്ന് നേരെ താഴേക്ക് മൂവ് ചെയ്യും. താഴേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാലോ, പിന്നെ നേരെ ഇവിടെ നേരെ തിരിച്ചെന്ത് ചെയ്യും, കംപ്രഷൻ കഴിഞ്ഞു, പവർ കിട്ടി കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്താണ്, കമ്പസ്റ്റൻ കഴിഞ്ഞാൽ നേരെ അടുത്ത് എക്സോസ്റ്റ് സ്ട്രോക്കാണ്. നമ്മുടെ ചാർജസിനൊക്കെ എന്ത് ചെയ്യണം, നമുക്കെടുത്ത് വെളിയിൽ കളയണം. അപ്പോൾ എന്ത് ചെയ്തു, നേരെ കമ്പസ്റ്റൻ ചെയ്ത് വെളിയിലോട്ട് പോയി. ഇപ്പോൾ നമ്മുടെ പെട്രോൾ ആൻഡ് ഡീസൽ എഞ്ചിൻ നോക്കുമ്പോൾ ഒരു മേജർ ഡിഫറൻസ് എന്താണ്, ഒന്ന് അവിടെ സ്പാർക്ക് പ്ലഗിന് വരെ ഇവിടെയുള്ള എന്താണ്, ഫ്യൂവൽ ഇഞ്ചക്ടറാണ്. അതുപോലെ തന്നെ ഇൻടേക്ക് സ്ട്രോക്കിൽ അല്ലെങ്കിൽ സക്ഷൻ സ്ട്രോക്കിൽ എന്ത് വരുന്നില്ല, ഫ്യൂവൽ വരുന്നില്ല. ആകെ എന്തേ വരുന്നുള്ളൂ, എയർ മാത്രമേ വരുന്നുള്ളൂ.
കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പെട്രോളും ഡീസലും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കത്തണ സാധനം എന്താണ്? ഒബ്വിയസ്ലി പെട്രോളാണ്. കത്തിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം. അല്ലെങ്കിൽ പെട്രോളാണ് എന്ത് ചെയ്യണത്? ഈ സാധനം പെട്ടെന്ന് കത്തും. ഒരു ചെറിയൊരു സ്പാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ മതി, എന്താണ്, ഈ സാധനം കത്തും. പക്ഷേ ഡീസൽ അങ്ങനെയല്ല. ഡീസൽ എന്ത് ചെയ്യണം? അത് ഹൈ ടെമ്പറേച്ചറിലാണ്. നമുക്ക് ജസ്റ്റ് ഒരു സ്പാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനത്തിന് കത്തിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ആദ്യം എയറിനെ കംപ്രസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞിരിക്കുന്ന നമ്മൾ സ്ട്രോക്ക് പറഞ്ഞില്ലേ, ഈ സ്ട്രോക്ക് ലെങ്ത്, ഈ സിലിണ്ടറിന്റെ ലെങ്ത് വളരെ കൂടുതലായിരിക്കും. കാരണം എന്താണ്? ആ സിലിണ്ടറിന്റെ ലെങ്ത് കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും? കംപ്രസ് ചെയ്യുന്നതിന്റെ എമൗണ്ട് കൂടും. അല്ലെങ്കിൽ നമ്മൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ടേം പറഞ്ഞിരുന്നു, കംപ്രഷൻ റേഷ്യോ. ഇപ്പോൾ പെട്രോൾ എഞ്ചിൻ ഡീസൽ എഞ്ചിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡീസൽ എഞ്ചിന്റെ കംപ്രഷൻ റേഷ്യോ കുറച്ച് കൂടുതലായിരിക്കും. ഓക്കെ, നമ്മൾ സാധാരണ ഡീസൽ എഞ്ചിന്റെ വരുവാണെങ്കിൽ ഒരു 10:1 ആണ് എന്ത് ചെയ്യണത്? പെട്രോൾ എഞ്ചിന്റെ വരിക 10:1 വരെയൊക്കെയാണ്, ഒരു 8 to 12 വരെയൊക്കെ ആയിരിക്കും. പക്ഷേ നമ്മുടെ ഡീസൽ എഞ്ചിന്റെ കംപ്രഷൻ റേഷ്യോ വരെ ഏകദേശം മുകളിൽ 15 to 23 റേഞ്ചിലൊക്കെയാണ് എന്ത് ചെയ്യണത്? ഈ പറഞ്ഞ ഡീസൽ എഞ്ചിന്റെ കംപ്രഷൻ റേഷ്യോ വരിക. അതായത് ആ സ്ട്രോക്ക് ലെങ്ത് കൂടുതലായിരിക്കും. അപ്പോൾ എന്തും കൂടുതൽ റേഞ്ചിലോട്ട് കംപ്രസ് ചെയ്യും. അപ്പോൾ എത്രമാത്രം കംപ്രസ് ചെയ്യുന്നു അതനുസരിച്ച് എന്ത് ചെയ്യും? അതിന്റെ ടെമ്പറേച്ചർ കൂടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കംപ്രസ് ചെയ്ത് എന്ത് ചെയ്യാണ്? ഇതിൻ്റെ ഉള്ള എയറിന്റെ ടെമ്പറേച്ചർ കൂട്ടി. എത്രമാത്രം കൂട്ടും? നമ്മുടെ ഡീസലിന്റെ സെൽഫ് ഇഗ്നിഷൻ ടെമ്പറേച്ചറിനെക്കാളും കൂടുതൽ എന്ത് ചെയ്യും? നമ്മളത് കൂട്ടും. അങ്ങനെയാണ് എന്ത് ചെയ്യണത്? അപ്പോൾ ഈ ഹൈ ടെമ്പറേച്ചറിലോട്ട് നമ്മൾ ഈ ഫ്യൂവലിനെ എന്ത് ചെയ്യും? ഇഞ്ചെക്ട് ചെയ്യും. ഇഞ്ചെക്ട് ചെയ്യുന്ന വെച്ചാൽ എന്താണ്? അതുപോലെ വെൽ ആറ്റമൈസ്ഡ് ആയിട്ടാണ്. ഇഞ്ചെക്ടർ വെച്ചിട്ട് എന്ത് ചെയ്യും? വളരെ സ്പ്രേ ചെയ്ത് വിടും. ആ സ്പ്രേ ചെയ്യും. അപ്പോൾ എന്ത് പറ്റും? ഫൈനായിട്ടുള്ള ഡീസൽ എന്ത് ചെയ്യും? സ്പ്രേ ചെയ്ത് ഈ ഹോട്ട് എയറിലോട്ട് വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? അവിടെ കത്തും. അങ്ങനെയാണ് എന്ത് ചെയ്യണത്? ആ എക്സ്പ്രഷൻ. ബാക്കി കാര്യങ്ങളൊക്കെ സെയിം തന്നെ. ഓക്കെ, ഒരു മിനിറ്റ്, ഞാനതിലൊരു വീഡിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ കാണിക്കാം. An internal combustion engine transforms the chemical energy in fuel to mechanical energy. Diesel engines, which have been serving mankind for over a century. ആ വീഡിയോന്റെ ഓഡിയോ ഇത് കേൾക്കണ്ടോ? സൗണ്ട് കേൾക്കണ്ടോ നിങ്ങൾക്ക്? ഹലോ, Yes, sir. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഓക്കെ, ഞാൻ അത് പ്ലേ ചെയ്യാം കേട്ടോ. Are the most versatile and economical IC engines. To release the chemical energy in diesel effectively, an atomized form of the fuel is made to contact with high temperature and high pressure air. This energy is effectively transferred as mechanical rotational energy. So the operation of the diesel engine is all about producing high temperature and high pressure air continuously. We will see how this is achieved in this video. Piston, connecting rod, crank, and cylinder form a mechanism called slider crank mechanism. Here, the linear motion of the piston is transformed to a rotary motion at the crank. In an IC engine, this mechanism is properly supported in an engine block. Cylinder head, valves, and fuel injector are fitted above the engine block. When the piston moves downwards, inlet valves open and fresh air from outside is sucked in, or in other words, the engine breathes. During the return stroke, inlet and exhaust valves are closed and the air inside the cylinder gets compressed. During the compression stroke, the piston does work on the air, so the temperature and pressure of the air will rise to a level which is higher than the self-ignition value of the diesel. An atomized form of diesel is injected into this compressed air. The fuel gets evaporated and undergoes an uncontrolled spontaneous explosion. As a result, the pressure and temperature rise to high-level value. The high-energy fluid pushes the piston downward. The hot air does work on the piston, and energy in the fluid is converted to the mechanical energy of the piston. This is the only stroke where the piston absorbs power from the fluid. Due to inertia of the system,
the piston moves upwards again. This time, the exhaust valves open and the exhaust is rejected. Again, the suction stroke happens. This cycle, which has a total of 4 strokes, is repeated over and over for continuous power production. You may have noticed that a bowl is provided on top of the diesel engine piston. During the compression stroke, this bowl helps produce air that is rapidly swirling. Thus, the injected fuel gets mixed with the air effectively. The mechanical design of IC engines, particularly that of diesel engines, is a challenging and interesting task. Since the combustion process in diesel engines is never uniform and smooth, they are prone to more vibration and noise compared to petrol engines. Thus, diesel engines require a rugged structural design. Out of the 4 strokes, it is only during the power stroke that a tremendous amount of force is exerted on the piston. So a single-cylinder engine will always have high force non-uniformity as shown. Similarly, the output power will also have a fluctuating nature. But with more number of cylinders, one can overcome these problems. Consider this 4-cylinder engine. Here, 4 different strokes can occur at a time. So the power stroke is always present in the engine. As a result, a 4-cylinder engine will have better force and power uniformity. In short, the more cylinders an engine has, the smoother it will operate. A 4-cylinder engine generally operates on the following firing order. A heavy flywheel, which acts like a power reservoir, further helps in smoothing out non-uniformity of power. Balanced force arises in the form of dynamic unbalance due to the excessive mass at the connecting rod side. This is negated by providing counterweights on the crank side. Opening and closing of valves are accurately controlled by a pair of camshafts. Camshafts derive motion from the engine. It is clear that the camshafts need വർക്കിംഗ് ക്ലിയർ ആയല്ലോ അല്ലേ? അപ്പോൾ നമ്മളെ പറഞ്ഞ കമ്പോണൻസ് ഒക്കെ ഒന്നുകൂടെ പറയാം. ഇത് കണ്ടു കഴിഞ്ഞാൽ കാണാം അല്ലേ? ആ കാണുന്നത് കാരണം നമ്മുടെ പിസ്റ്റൺ, ആ പിസ്റ്റൺ മൂവ് ചെയ്യണ സംഭവം എന്നാണ് സിലിണ്ടറാണ്. ഈ സിലിണ്ടർ എല്ലാം എൻക്ലോസ് ചെയ്യുന്നത് നമ്മൾ പറയും സിലിണ്ടർ ബ്ലോക്ക് എന്ന് പറയും. ഓക്കെ, പിന്നെ ഈ പിസ്റ്റനോട് താഴെ എന്ത് കണക്ട് ചെയ്തിട്ടുണ്ട്? ദിസ് വൺ ഈസ് കോൾഡ് കണക്റ്റിംഗ് റോഡ്. കണക്റ്റിംഗ് റോഡ് താഴെ പോകുന്ന ഒരു ഷാഫ്റ്റ് ഉണ്ട്. ആ ഷാഫ്റ്റിന്റെ പേരാണ് ക്രാങ്ക് ഷാഫ്റ്റ് പറയും. ഓക്കെ, ആ കണക്റ്റിംഗ് റോഡും ഈ പറഞ്ഞിരിക്കുന്ന പിസ്റ്റണും ക്രാങ്ക് ഷാഫ്റ്റും കൂടെ കൂടിയാണ് എന്ത് ചെയ്യണത്? നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന പിസ്റ്റന്റെ ടു ആൻഡ് ഫ്രോ മോഷൻ എന്താക്കി മാറ്റുക? റൊട്ടേറ്ററി മോഷനായിട്ട് മാറ്റുക. അതുപോലെ നമ്മൾ പറഞ്ഞു എന്താണ്, ഈ വാൽവ് ഓപ്പൺ ചെയ്യണ കാര്യം പറഞ്ഞു അല്ലേ? ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ചെയ്യും. സക്ഷന്റെ സമയത്ത് എന്ത് ചെയ്യും? ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആവും. സക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് ക്ലോസ്ഡ് ആവും. പിന്നെ എന്താണ്, അടുത്ത എക്സോസ്റ്റ് വാൽവ് എന്ത് ചെയ്യും? നമ്മുടെ എക്സോസ്റ്റ് സ്ട്രോക്ക്, അതായത് നമ്മുടെ പവർ സ്ട്രോക്ക് കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും? എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആവും. അപ്പോൾ ഈ മോഷൻ എല്ലാം കൂടി കൺട്രോൾ ചെയ്യണം എങ്ങനെയാണ്? നമ്മളെ മുകളിൽ ക്യാം ഷാഫ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഈ മുകളിൽ കാണുന്ന ഷാഫ്റ്റ്, ഈ ഷാഫ്റ്റ് വെച്ചിട്ടാണ് എന്ത് ചെയ്യണത്? ഈ പറഞ്ഞിരിക്കുന്ന മൂവ്മെന്റ് കൺട്രോൾ ചെയ്യുക. ഓക്കെ, അതിൽ ഇപ്പോൾ നമ്മൾ വർക്കിംഗ് കാണിച്ചിട്ടുണ്ടായിരുന്നു.
valves are accurately controlled by a pair of camshafts. ഓക്കെ, നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്യാം പ്രൊഫൈൽ എന്ന് പറയും ഈ പറഞ്ഞിരിക്കുന്ന സാധനത്തിന്. ഈ കണ്ടിരിക്കുന്ന സാധനത്തിന് നമ്മളൊരു ക്യാം പ്രൊഫൈൽ എന്ന് പറയും, ക്യാം പ്രൊഫൈൽ. ഓക്കെ, അതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്യാം ഷാഫ്റ്റിന് മുകളിൽ ഈ പറഞ്ഞ പോലെ ഒരു മെറ്റൽ അറ്റാച്ച്മെന്റ് ആണ്. അതിന്റെ ഒരു സൈഡ് മാത്രം എന്ത് ഉണ്ടാവും, കുറച്ച് ഷാർപ്പായിട്ട് ഈ പറഞ്ഞ പോലെ പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. ആ പ്രൊജക്ട് അതിങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് നമ്മുടെ എന്തിലോട്ടാണ്, നമ്മുടെ വാൽവിൽ ടച്ച് ചെയ്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടോ. ഈ പറഞ്ഞിരിക്കുന്ന പ്രൊജക്ഷൻസ് നമ്മുടെ ഈ വാൽവിലേക്ക് തട്ടുമ്പോൾ പറ്റും, ആ വാൽവിന് താഴേക്ക് പുഷ് ചെയ്യും. അങ്ങനെയാണ് എന്ത് ചെയ്യണത്, ഇത് ഓപ്പൺ ആവാം. ഓക്കെ, അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഓവർ ഹെഡ് ക്യാം ഷാഫ്റ്റ് അറേഞ്ച്മെന്റ് എന്നാണ് നമ്മൾ പറയുന്നത്. അതുപോലെ ഈ ക്യാമിനെ ഡ്രൈവ് ചെയ്യണം എങ്ങനെയാണ്, നമ്മുടെ എഞ്ചിനിൽ നിന്ന് ഒരു ചെയിൻ വഴി എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ നേരെ മുകളിലേക്ക് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ എഞ്ചിന്റെ ടൈമിംഗ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത് ഈ ക്യാം. ഇത് നോക്കിക്കഴിഞ്ഞാൽ കാണാം, എല്ലാ ക്യാമും ഒരേ സൈഡിലോട്ടുള്ള അതിന്റെ പ്രൊജക്ഷൻസ് ഉണ്ടാവും. ഓക്കെ, ഓരോ പെയർ നോക്കിക്കഴിഞ്ഞാൽ പല ഡയറക്ഷനിലോട്ടാണ് എന്ത് ചെയ്യണത്, പ്രൊജക്ഷൻസ് ഉണ്ടാവുക. ഓക്കെ, ഈ നാലിടത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇതൊരു 4 സിലിണ്ടർ എഞ്ചിനാണ്, നാലിടത്തേക്കാണ്. അപ്പം എഞ്ചിന്റെ ടൈമിംഗ് അനുസരിച്ചാണ് എന്ത് ചെയ്യണത്, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ക്യാമിൽ ഈ പറഞ്ഞിരിക്കുന്ന ക്യാമിന്റെ പ്രൊഫൈൽ നമ്മൾ സെറ്റ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ എഞ്ചിന്റെ സ്പീഡ് അനുസരിച്ച് എഞ്ചിനിൽ നിന്നുള്ളൊരു ബെൽറ്റ് കൊടുത്തിട്ട് ഓക്കെ derive motion from the engine. കണ്ടല്ലേ, ഇതിനാണ് നമ്മൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്, ഈ ഒരു ടൈം ഇതിനോട് മാത്രം എന്ത് ചെയ്യാനുള്ളൂ, പവർ ജനറേറ്റ് ചെയ്യാനുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്ന പവർ എങ്ങനെ ആയിരിക്കും, നോൺ യൂണിഫോം ആയിരിക്കും. ഇപ്പം നമ്പർ ഓഫ് സിലിണ്ടർ കൂട്ടി കഴിഞ്ഞാൽ എന്ത്, നമ്പർ ഓഫ് സിലിണ്ടർ കൂട്ടിയിട്ട് ഓരോ സിലിണ്ടറും ഓരോ സമയത്ത്, അതായത് ഓരോ തവണയും ഓരോ സിലിണ്ടറിന്റെയും പവർ കിട്ടണം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ട് കിട്ടും. എങ്കിലും ഒന്നും ഉണ്ടാവില്ല, നമുക്കൊരു കോൺസ്റ്റന്റ് ലെവലിലാവില്ല നമുക്ക് കിട്ടുന്ന പവർ. ഓക്കെ, ആ പവർ അതായത് യൂണിഫോം ആയിട്ട് പുറത്തേക്ക് കിട്ടാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഫ്ലൈ വീൽ എന്നുള്ള ഒരു മെറ്റൽ ഡിസ്ക് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന പവർ എങ്ങനെ എന്ത് ചെയ്യും, ആ ഫ്ലൈ വീൽ എന്നുള്ള ഒരു അറേഞ്ച്മെന്റ് ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു മൊമെന്റം എന്ത് ചെയ്യും, ഈ ഫ്ലൈ വീൽ യൂണിഫോം ആയിട്ട് പുറത്തേക്ക് കൊടുക്കും. ഓക്കെ, അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇവിടെ ഒരു കൗണ്ടർ വെയിറ്റ് ഇടുന്ന കാര്യം ഇപ്പോൾ പറഞ്ഞു. ഓക്കെ, ഈ ക്രാങ്ക് ഷാഫ്റ്റ് നോക്കി കഴിഞ്ഞാൽ കാണാം, ക്രാങ്ക് ഷാഫ്റ്റ് ഒരു എൻഡിൽ നമ്മൾ പിസ്റ്റൺ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു എൻഡിൽ പിസ്റ്റൺ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സൈഡിലോട്ട് എങ്ങനെ ആയിരിക്കും, വെയിറ്റ് കൂടുതലായിരിക്കും അല്ലേ. അപ്പം എന്തായിരിക്കും, അവിടെ ഒരു അൺബാലൻസ്ഡ് ഫോഴ്സോടെ വരാൻ ചാൻസ് ഉണ്ട്. ആ ഒരു ഫോഴ്സിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയാണ് ചെയ്യുന്നത്, ഓരോ ക്രാങ്ക് ഷാഫ്റ്റിന്റെ ഓരോ ഈ പറഞ്ഞ പിസ്റ്റൺ കണക്ട് എൻഡിലായിട്ട് എന്ത് ചെയ്യും, ഇതിനെ ബാലൻസ് ചെയ്തിട്ട് വെയിറ്റും കൊടുത്തിട്ടുണ്ടാവും. ജസ്റ്റ് ഇത് പറഞ്ഞുള്ളൂ, നിങ്ങൾക്ക് എന്തായാലും ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഇതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കാം. ഓക്കെ, അതുപോലെ തന്നെ കമ്പോണൻസ് ഏതൊക്കെയാണ്, ഓക്കെ, ഏതൊക്കെയാണ് അതിന്റെ കമ്പോണൻസ് വരിക, ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്, ഉണ്ട്, സിലിണ്ടറിൽ നിൽക്കുന്ന എഞ്ചിൻ ബ്ലോക്കിനുള്ളിലാണ് ആ സിലിണ്ടർ ഉണ്ടാവുക. then അതിനുള്ളിൽ മൂവ് ചെയ്യണ പിസ്റ്റൺ താഴേക്ക് കണക്ട് ചെയ്യുന്ന കണക്ടിംഗ് റോഡ് എന്നുള്ളൊരു അറേഞ്ച്മെന്റ് വഴിയാണ്. കണക്ടിംഗ് റോഡ് കണക്ട് ചെയ്യുന്ന പേരാണ് ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയും. ഓക്കെ, നമ്മൾ ഈ നമ്മളിപ്പം ഈ കണ്ടതെല്ലാം എന്താണ്, ഒരു 4 സിലിണ്ടർ എഞ്ചിനാണ്, ഒരു 4 സിലിണ്ടർ എഞ്ചിനാണ്. അതുപോലെ നമ്മുടെ 2 വീലേഴ്സിനകത്തൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ്. ചില എഞ്ചിൻസ് കുറച്ചും കൂടെ വലിയ എഞ്ചിൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം 2 cylinder engines വരാറുണ്ട്. ബട്ട് മോസ്റ്റ് ഓഫ് ദ 2 വീലേഴ്സ് ആർ റണ്ണിങ് ഇൻ എ സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ. ഓക്കെ, എൻ്റെ വർക്കിംഗ് ക്ലിയർ ആയല്ലോ അല്ലേ, ഡീസൽ എഞ്ചിൻ്റെ വർക്കിംഗ് ക്ലിയർ ആയല്ലേ. അതുപോലെ തന്നെ പെട്രോൾ എഞ്ചിൻ നമ്മൾ അത് നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഓരോ സ്ട്രോക്കിൽ നടക്കണം എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം, സെക്ഷൻ സ്ട്രോക്കിൽ എന്താണ്, പിസ്റ്റൺ മൂവ്സ് ഫ്രം TDC to BDC and during this time inlet valve opened and exhaust valve is in closed position. So during suction stroke അല്ലെങ്കിൽ intake strokeൽ എന്താണ് സംഭവിക്കുക, piston താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ obviously there is a low pressure, which means a suction is created inside the cylinder. Suction means a low pressure comparing with the atmospheric pressure is created inside the cylinder and air is sucked inside.
sucked into the cylinder. Okay, so this process will continue until the piston reaches BDC, until it reaches the bottom dead center. So once the suction stroke is over, piston start moving up, or once it reaches the BDC, it has no other way to go. It will go back to the TDC. So piston moves from BDC to TDC during the compression stroke. So during this stroke, both inlet and exhaust valve will be in closed position, so that the cylinder, it acts as a closed chamber. So in this closed chamber, when the piston moves, of course, അതായത് ഓരോ സിലിണ്ടറും നമ്മൾ ഒരു സിംഗിൾ സിലിണ്ടറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഫോർ സ്ട്രോക്ക് എന്ന് പറയുന്നത്. എല്ലാ സിലിണ്ടറിലും ഇതേ പ്രോസസ്സ് തന്നെയാണ് നടക്കുക. ഓരോ ഇൻഡിവിജ്വൽ സിലിണ്ടറിലും എന്ത് നടക്കും? ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ, എൻ്റെ പവർ ഓഫ് ആയി പോയില്ല. അപ്പം എൻ്റെ പവർ ഓഫ് ആയി പോയി, ജോയിൻ ചെയ്യാം കേട്ടോ. ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ, പോരാ.
ഓക്കെ, സോറി കേട്ടോ, അത് ഓൺ ആവണല്ലോ, തൽക്കാലം നമുക്കത് കൺക്ലൂഡ് ചെയ്യാം. നിങ്ങൾക്കത് ക്ലിയർ ആയോ അല്ലേ? വർക്കിംഗ് പറഞ്ഞ് മനസ്സിലായോ എല്ലാവർക്കും? ഡീസൽ എഞ്ചിൻ്റെ വർക്കിംഗ് ഹലോ ഹലോ ആപ്പ് ഓൺ ആവാൻ കുറച്ച് സമയം എടുക്കും. സോ അതിന് ടൈം കഴിഞ്ഞു. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, ഞാൻ അറ്റൻഡൻസ് എടുക്കാം, നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞതൊന്ന് റീക്യാപ്പ് ചെയ്യാം. നമ്മൾ ഇതുവരെ എടുത്തത് IC എഞ്ചിൻ എന്നുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു, ഏതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് IC എഞ്ചിൻസ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ 2 ടൈപ്പ് ഓഫ് എഞ്ചിൻ ഡിസ്കസ് ചെയ്തു. പെട്രോൾ എഞ്ചിൻ, 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിനും 4 സ്ട്രോക്ക് ഡീസൽ എഞ്ചിനും നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് നോക്കാൻ പോകുന്നത് 2 സ്ട്രോക്ക് എഞ്ചിനാണ്. ഓക്കെ, എങ്ങനെയാണ് ഒരു 2 സ്ട്രോക്ക് എഞ്ചിൻ വർക്ക് ചെയ്യുക. പിന്നെ നമ്മൾ ജസ്റ്റ് എഞ്ചിൻ്റെ കമ്പോണൻസ് എല്ലാം നമ്മൾ കണ്ടു അല്ല, ജസ്റ്റ് വർക്കിങ്ങിലൊക്കെ നമ്മൾ അതിൻ്റെ കമ്പോണൻസ് ഒക്കെ ഒന്ന് കണ്ടു. ആ കമ്പോണൻസിനെ കുറിച്ച് നമ്മൾ ജസ്റ്റ് ബ്രീഫായിട്ട് നോക്കാം, ഏതൊക്കെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് കമ്പോണൻസ് എന്ന് നോക്കും. ദെൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ഈ പറഞ്ഞ പോലെ എയർ സിസ്റ്റം, ഫ്യൂവൽ സിസ്റ്റം, കൂളിംഗ് ആൻഡ് ലൂബ്രിക്കേറ്റിംഗ് സിസ്റ്റം. അത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ ഈ ഒരു ടോപ്പിക്ക് കൺക്ലൂഡ് ആവും. അപ്പോൾ 2 ക്ലാസ് കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടോപ്പിക്ക് കഴിയും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ വെച്ചാൽ ചോദിക്കാൻ പഠിക്കേണ്ട. ഇൻകേസ് ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാലും എൻ്റെ നമ്പർ ഉണ്ടല്ലോ, ഓക്കെ, അതിൽ ചോദിച്ചാൽ മതി. ഓക്കെ, ഞാൻ അറ്റൻഡൻസ് എടുക്കാം, പേര് വിളിക്കുമ്പോൾ പറ കേട്ടോ. അഭിരാം ഉണ്ടോ? അഭിരാം അൺമ്യൂട്ട് ചെയ്തിട്ട് പറ കേട്ടോ, അൺമ്യൂട്ട് ചെയ്തിട്ട് പറ. അഭിരാം.